ദിലീപേട്ടാ ഇപ്പൊ ദുർഗ പറഞ്ഞാണ് ഇപ്പൊ മലയാള സിനിമയുടെ അവസ്ഥ. എന്ത് പറഞ്ഞു? അത് സിനിമ ഇറങ്ങിയിട്ട് റിലീസായിട്ട് പാട്ടുണ്ടെങ്കിൽ പറയാമെന്ന്. അതൊരു പ്രൊഡ്യൂസറും ദിലീപേട്ടൻ കേൾക്കണില്ല ഇതൊന്നും. അതൊക്കെ സിനിമയിൽ സംഭവിക്കുന്നത്. അത് ഇന്ന് എന്നുള്ള തുടങ്ങിയതല്ല, മിനിങ്ങാന്ന് തുടങ്ങി അതിന് മുമ്പുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് സംഭവിക്കും. അത് സിനിമ പല കാരണങ്ങളാൽ, സാങ്കേതിക കാരണങ്ങളാൽ ചിലപ്പോ സംഭവിച്ചേക്കാം. സിനിമ നിങ്ങളൊക്കെ തന്നെ എല്ലാ പാട്ടുകളും എടുത്ത് പാടുമല്ലേ നടന്മാര്? പാട്ട് കട്ട് ചെയ്ത് പോണ പാട്ട് കട്ട് ചെയ്യണ നടന്മാരാണ്. അല്ല ഇപ്പൊ ദിലീപേട്ടൻ പാടിയല്ലേ? ആ പാട്ട് വേറെ ആള് പാടിയിരുന്നെങ്കിൽ ആര് പാടിയെല്ലാം പാട്ട് പടത്തിലുണ്ടാവൂലോ. ഞാൻ പാടി തോന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞ എന്തോരം സീനും ഡയലോഗ് ഇവര് മുറിച്ച് കളയണം എൻ്റെ അടുത്ത്. ഞാൻ എന്തിനാണ്, ഞാൻ സിനിമയിൽ മാത്രമേ പണികളെടുക്കുള്ളൂ. ദിലീപിന്റെ സിനിമകളിലെ പാട്ടുകളായിരുന്നു ഏറ്റവും കൂടുതൽ ഗാനവിളക്ക് പാടിക്കൊണ്ടിരുന്നത്. ഇവരെല്ലാവരും ഗാനവിളക്കാരാണ്. നിങ്ങളുടെ ഇടയിൽ ഭയങ്കര ഈഗോ ഒന്നും കേട്ടില്ല. ഇവരുടെ ഇടയിൽ ഞാൻ മ്യൂസിക് ഡയറക്ടേഴ്സ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പാട്ടുകാരെന്ന് പറഞ്ഞാല് ആരെങ്കിലും സംഗീതം ചെയ്തതും പാടിയതായിട്ടുള്ള പാട്ട് അത്യാവശ്യം നന്നായിട്ട് പാടിയാൽ മതി. നമുക്കിത് പുതിയതുണ്ടാക്കണം. അടുത്ത പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നെറ്റിൽ വരുന്നു. പാടുക എന്ന് പറഞ്ഞാൽ നിസ്സാര ജോലിയല്ല. പിന്നെ മിമിക്രി എന്ന നിസ്സാര ജോലിയാണോ? അങ്ങോട്ട് കൊടുത്തു. ഇതൊക്കെ ഒരു നാണയത്തിന്റെ രണ്ട് ധ്രുവങ്ങളാണ്. ഒന്നിനൊന്നും അതിനേക്കാൾ മേലെന്നില്ല. നിങ്ങൾക്ക് സുഖമായിട്ട് ഏതെങ്കിലും റെക്കോർഡ് കേട്ടിട്ട് യേശുദാസ് പാടിയ പാട്ടോ ചിത്രചേച്ചി പാടിയ പാട്ടോ കേട്ടിട്ട് നിങ്ങളുടെ ഗാനമേള വിജയിക്കാൻ വേണ്ടി ഞങ്ങൾ മിമിക്രിക്കാരെ ഗ്യാപ്പിൽ വിളിക്കാറില്ലേ? എത്ര പ്രാവശ്യം ആ ഗ്യാപ്പ് പൊളിഞ്ഞു പോയിക്കണല്ലേ? അത് സ്റ്റാർട്ടിങ് ഗാനമേള പൊളിയുമ്പോഴാണ് പാട്ടിട്ടുണ്ട്. അടുത്ത പാട്ടിട്ടോ പറഞ്ഞിട്ടില്ലേ? എനിക്കറിയാം ഇത് എവിടെയെങ്കിലും ഇടിച്ചു നിൽക്കുന്നറിയാം. ഞാൻ ക്ലാസ് മാറ്റാൻ പറഞ്ഞത്. കാരണം ചിലപ്പോൾ ക്ലാസ് നേറി തുടങ്ങുമെന്നുള്ളൊരു ഇതിലായിരുന്നു.